ഡിയർ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ട്രേഡിങ്ങിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുകയാണെങ്കിൽ പ്രഷർ ആൻഡ് ഷോക്ക് എന്ന് പറയുന്ന സ്ട്രാറ്റജിയാണ് നമ്മളിന്ന് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് മാത്രമല്ല, ഇത് നന്നായിട്ട് നിങ്ങളുടെ ഐക്യ ഓപ്ഷൻ ആണെങ്കിലും ഏത് പ്ലാറ്റ്ഫോംസ് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഐക്യ ഓപ്ഷൻ ആണെങ്കിലോ ഇനിയിപ്പോൾ നമുക്ക് ബിനോമി ആണെങ്കിലോ അങ്ങനെ ഏത് വേണം, ഇപ്പോൾ പോക്കറ്റ് ട്രേഡിംഗ് ആണെങ്കിലോ ബൈനറി ട്രേഡിങ്ങിൻ്റെയും ഡിജിറ്റൽ ട്രേഡിങ്ങിൻ്റെയും ഏത് പ്ലാറ്റ്ഫോമിന് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു അടിപൊളി സ്ട്രാറ്റജിയാണ് ഇത് വരുന്നത്. ഇതിൻ്റെ വിന്നിങ് റേഷ്യോ എന്ന് പറയുന്നത് ഏകദേശം 99.99% ആണ്. കാരണം വെച്ചാൽ ഇത് നന്നായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ റിയൽ ക്യാഷിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞിരുന്ന പൂർണ്ണമായിട്ടും ഇതെങ്ങനെ ആണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ട്രേഡിങ്ങിൻ്റെ സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് നിങ്ങളുടെ എന്താ പറയുക ഈ പ്രാക്ടീസ് അക്കൗണ്ടിൽ നന്നായിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. എന്നിട്ട് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നല്ല ട്രേഡറായിട്ട് മാറാൻ വേണ്ടി നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോ തുടങ്ങാൻ ഞാൻ നിങ്ങൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കാം. കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് വേണ്ടി നോക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്തിട്ടാണെങ്കിൽ നമ്മുടെ ഇടുന്ന ഓരോ വീഡിയോസും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യുക, താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതിനുള്ള മറുപടി ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. അതേപോലെ തന്നെ എന്താണ് ഈ പ്രഷർ ഷോക്ക് എന്നുള്ള ട്രേഡിങ്ങിൻ്റെ സ്ട്രാറ്റജി ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, പ്രഷർ ഷോക്ക് എന്ന് പറയുന്നത് ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതിനൊരു 5 പാർട്ട് ഉണ്ട്. അതായത് നമുക്കൊരു 5 കണ്ടീഷൻസ് ആണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ കണ്ടീഷൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കീഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുക്കാം. ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ നോക്കിക്കോളും. ഞാൻ ജസ്റ്റ് അതിൻ്റെ അകത്തൊന്ന് അടിച്ചിടാൻ വേണ്ടി നോക്കാം. അതായത് ഇപ്പോൾ നമുക്ക് നിലവിൽ വരികയാണെങ്കിൽ ഈ ഒന്നാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുകയാണെങ്കിൽ പ്രഷർ അപ്പ് ആവുന്ന സമയത്ത്, പ്രഷർ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ബെസ്റ്റ് കാണിച്ചു തരാം. ഈ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടും. ഈ വീഡിയോ നന്നായിട്ട് കണ്ടാൽ മാത്രമേ, ഇത് മൊത്തമായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാൻ അത് ആദ്യം തന്നെ പറഞ്ഞുതരാം. പകുതിക്ക് വെച്ച് കണ്ട് കട്ട് ചെയ്ത് കളഞ്ഞ് വേറെ വീഡിയോയിലേക്ക് പോയിട്ട് ഈ പ്രഷർ സ്റ്റോക്ക് പഠിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിന് മുന്നേ ഞാൻ പറഞ്ഞു തരുന്നത് വെച്ചാൽ പൂർണ്ണമായിട്ട് ഇത് കാണാനായിട്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ്, ഈ ഒരു ട്രേഡ് നോക്കുന്നത് മെല്ലെ ഇതാണ് പ്രഷർ എന്ന് പറയുന്നത്. ഇപ്പോൾ മെല്ലെ ഇങ്ങനെ മുമ്പോട്ട് മുകളിലോട്ട് പോകുന്നുണ്ട്. ഇതിനാണ് പ്രഷർ, ഇത് ഷോക്ക്. പെട്ടെന്ന് താഴോട്ട് വരുന്നതിന് ഷോക്ക് എന്നാ പറയാം. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് ഷോക്ക്, മുകളിലോട്ട് പെട്ടെന്ന് താഴോട്ട് ഇറങ്ങിയത് ഷോക്കാണ്. ഈ ഒരു പോയിന്റ് ഇത് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരുന്നതുകൊണ്ടാണ്. ഇതിങ്ങനെ മെല്ലെ ഇപ്പോൾ പെട്ടെന്ന് മുകളിലോട്ട് പോകുന്നതിന് ഷോക്ക്, പെട്ടെന്ന് മുകളിലോട്ട് ഷോക്ക്, പെട്ടെന്ന് താഴോട്ട് ഷോക്കായി. അപ്പോൾ അപ്പിലേക്കും ഷോക്ക് ഉണ്ട്, ഡൗണിലേക്കും ഷോക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്യാൻഡിൽ ഔട്ട് ചെയ്യണം. എന്താണ് പ്രഷർ, എന്താണ് ഷോക്ക് എന്നാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ പ്രഷർ മുകളിലോട്ട് പോകുമ്പോൾ ഷോക്ക് താഴോട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രഷർ ഡൗൺ ആണ്, പ്രഷർ അപ്പും ഷോക്ക് ഡൗൺ ആയിരുന്നു വന്നിട്ടുണ്ടായത്. അപ്പോൾ ഇതും നമുക്ക് ഏകദേശം അപ്പ് ട്രെൻഡാണ് നമുക്കിത് കാണിക്കാം. പക്ഷേ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു 90% to 99% വരെ നമുക്ക് വിന്നിങ് സ്ട്രാറ്റജി ഉള്ള ഒരു ട്രേഡിംഗ് ആണ് ഇത് വരുന്നത്. ഇപ്പോൾ ഞാൻ അടിച്ചിരിക്കുന്നത് നമുക്ക് വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഷർ ഡൗണിലോട്ടും ഷോക്ക് അപ്പിലോട്ടും വന്നിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ. അതേപോലെ തന്നെ പ്രഷർ അപ്പിലോട്ടും വന്ന് ഷോക്ക് അപ്പിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലാണ് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തത്, ഒരു $10 ഇൻവെസ്റ്റ് ചെയ്ത് ഈ ട്രേഡ് എടുത്തിട്ടുള്ളത്. ഇപ്പം ഈ ട്രേഡ് വിന്നാവോ ലൂസ് ആവോ നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് അടുത്ത് തന്നെ വേണമെങ്കിൽ ട്രേഡ് എടുക്കാം. അടുത്ത ട്രേഡിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. അതെങ്ങനെ വെച്ചിട്ട് കണ്ടോ, ഇതിപ്പോൾ പ്രഷർ അപ്പിലോട്ട് ഷോക്ക് ഡൗണിലോട്ടാണ് വന്നത്. നോക്കാം, പ്രഷർ അപ്പിലോട്ട് മൂവ് ആവുന്നുണ്ട്. പ്രഷർ ഇപ്പോൾ പ്രഷറിൽ നിന്ന് പ്രഷർ ഡൗണിലോട്ട് വന്ന് പ്രഷർ വീണ്ടും പെട്ടെന്ന് ഷോക്ക് താഴോട്ട് പോയി. നോക്കാം, ഷോക്ക് പെട്ടെന്ന് താഴോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ പ്രഷർ പെട്ടെന്ന് ഷോക്ക് മുകളിലോട്ട്, അതായത് പ്രഷർ വീണ്ടും താഴോട്ട് വന്ന് പെട്ടെന്ന് ഷോക്ക് മുകളിലോട്ട് പോയി. അപ്പോൾ പ്രഷർ ഡൗണിലേക്ക് വന്ന് കഴിഞ്ഞ ശേഷം പെട്ടെന്ന് പ്രഷർ അപ്പ് ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഹയർ തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ $2 ഹയർ ചൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം വിന്നാവോ ഇല്ല എന്നുള്ളത്. 2 മീൻസ് $20 ചൂസ് ചെയ്തിട്ടുള്ളത്. നോക്കാം, നമുക്കിതൊരു 90% നമുക്ക് വിന്നിങ് ഉണ്ടാകുന്ന സ്ട്രാറ്റജീസ് ആണ്. പിന്നെ ചില സമയത്ത് മാർക്കറ്റിൻ്റെ ഒരു ഇഷ്യൂസ് കൊണ്ട് നമുക്ക് ചിലപ്പോൾ നമുക്ക് റിട്ടേൺ അടിക്കാറുണ്ട്. ഇപ്പോൾ ഇത് ഡൗൺ ട്രെൻഡിലോട്ടാണ് മൂവ് ആയത്. പെട്ടെന്ന് ഷോക്ക് അപ്പിലോട്ട് പോയി, പിന്നെ പ്രഷർ ഡൗണിലോട്ടാണ് കണ്ടോ. ഇപ്പോൾ പ്രഷർ അപ്പിലോട്ട് മൂവ് ആവുന്നുണ്ട്. ഇത് നന്നായിട്ട് പോസ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾ നോക്കി ചെയ്താൽ മതി. ഈ വീഡിയോ പെട്ടെന്ന് കണ്ടു തീർക്കേണ്ട, നന്നായിട്ട് വീക്ഷിക്കുക, നന്നായിട്ട് നോക്കാറ്, നന്നായിട്ട് നോക്കി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. പ്രഷർ പെട്ടെന്ന് ഷോക്ക് അപ്പിലോട്ട് പോയി, പ്രഷർ മെല്ലെ ഡൗണിലോട്ട് വരുന്നുണ്ട്. ഡൗൺലോഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ലോസ് ആയി പോയിട്ടുണ്ട്. $20 നമുക്ക് പോയിട്ടുണ്ട്.
ഒന്നുകൂടി നോക്കാം. പ്രഷർ ഈ ഷോക്ക് അടുത്ത ട്രേഡ് എടുക്കുക. ഷോക്ക് പെട്ടെന്ന് അപ്ലോട്ട് പോയി, ഷോക്ക് താഴോട്ട് വന്ന്, ഇപ്പോൾ ഷോക്ക് പെട്ടെന്ന് താഴോട്ട് പോയി, പ്രഷറും എല്ലാം അപ്ലോട്ട് ഉണ്ട്. പ്രഷർ വീണ്ടും താഴോട്ട് വന്ന്, പ്രഷർ വീണ്ടും മുകളിലോട്ട് പോയി, പെട്ടെന്ന് ഷോക്ക് താഴോട്ട് വന്ന്. ഇപ്പോൾ പ്രഷർ അപ്പും ഷോക്ക് ഡൗണും ആണ് വരുന്നത് അല്ലേ? പ്രഷർ അപ്പും ഷോക്ക് ഡൗൺ ആണ്. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് എന്താണ്? ലോവർ ആണ് ചൂസ് ചെയ്യുക. അയ്യോ, ഈ ക്യാൻഡിൽ ഇവിടെ ആയിരുന്നു നമ്മൾ ചൂസ് ചെയ്യേണ്ടത് കേട്ടോ. ലോവർ കുഴപ്പമില്ല. പ്രഷർ അപ്പിലോട്ട് മൂവ് ചെയ്ത് നമുക്ക് പോർഷൻ മാറിപ്പോയി. ഈ ഒരു പോർഷനിൽ എത്തുമ്പോഴാണ് നമ്മളിത് ട്രേഡ് അടിക്കേണ്ടതായിരുന്നത്. കുറച്ച് മുമ്പേ ആയിപ്പോയി. ഇത് നമ്മൾ കളിക്കേണ്ടത് എപ്പോഴും 1 മിനിറ്റ് ട്രേഡിങ്ങിൻ്റെ അതിലായിരുന്നു നമ്മൾ കളിക്കേണ്ടത് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും കൂടെ ആവുന്നതുകൊണ്ട് ഇതിൻ്റെ പ്രഷറും ഷോക്കും എനിക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നമുക്ക് നോക്കാം. ഇപ്പോൾ കാണിക്കുന്നത് പ്രഷർ അപ്പ് ആവുന്നുണ്ട്, ഷോക്ക് ഡൗൺ ആവുന്നുണ്ട് അല്ലേ? പ്രഷർ അപ്പ് ആവുന്നുണ്ട്, ഷോക്ക് ഡൗൺ ആവുന്നുണ്ട് അല്ലേ? പ്രഷർ അപ്പ് ആവുന്നുണ്ട്, ഷോക്ക് ഡൗൺ ആവുന്നുണ്ട്. അപ്പോൾ ഷോക്ക് അപ്പായി, പ്രഷർ ഡൗൺ ആയി. ഷോക്ക് അപ്പായി, ഷോക്ക് അപ്പും പ്രഷർ അപ്പും ആവുകയാണ് അതിനകത്ത് ചെയ്തത് അല്ലേ? അപ്പോൾ നമുക്ക് അപ്പ് ട്രെൻഡ് കൊടുത്തു നോക്കാം. ഇതൊരു സിമ്പിൾ സ്ട്രാറ്റജിയാണ്. ഇത് നിങ്ങൾ നന്നായിട്ട് ഈ ഒരു പ്രഷറും ഡൗണിൻ്റെയും സ്ട്രാറ്റജി നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ട്രേഡ് എടുക്കാനായിട്ട് നോക്കുക. ഞാനിപ്പോൾ ഇതിങ്ങനെ കാണിച്ചു തരുന്നതുകൊണ്ട് ഇത് ലൂസസ് കുറേ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഈ പ്രഷറും ഡൗണും ഇതിനകത്ത് നന്നായിട്ട് ഇരുന്ന് പഠിക്കണം. എന്നാലും ഈ പ്രഷർ ക്യാൻഡിലിൻ്റെ പ്രഷർ എങ്ങോട്ടാണ്, ക്യാൻഡിലിൻ്റെ എന്താ പറയുക ഷോക്ക് എങ്ങോട്ടാന്നുള്ളത് നന്നായിട്ട് നോക്കുക. ഇതിപ്പോൾ ക്യാൻഡിൽ ഷോക്ക് ഡൗണിലോട്ടാണ് വന്നത്. പ്രഷർ അപ്പും ക്യാൻഡിൽ ഷോക്ക് ഡൗണും ആണുള്ളത്. പെട്ടെന്ന് അപ്പിലോട്ട് പോകുന്നുണ്ട് ക്യാൻഡിൽ ഷോക്ക്. ഷോക്ക് അപ്പാണ്, ഷോക്ക് അപ്പ്, പ്രഷർ ഡൗൺ, ഷോക്ക് അപ്പ്, പ്രഷർ ഡൗൺ അല്ലേ? അപ്പോൾ ഷോക്ക് അപ്പും പ്രഷർ ഡൗണും ആണ്. നമുക്ക് ലോവറാണ് അടിക്കേണ്ടത്. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യരുത്. എനിക്ക് ഡോളർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ ഓരോ ഡോളർ ഇട്ട് കളിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതുകൊണ്ടും പിന്നെ എനിക്ക് എൻ്റെ ലോസ് റിക്കവർ ചെയ്യേണ്ടതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഓൾറെഡി 1-2 ട്രേഡിൽ ഇപ്പോൾ ലോസ് വന്നിട്ടുണ്ട്. ഈ പ്രഷറും ഷോക്കിനെ പറ്റിയിട്ട് നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ട്രേഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുക. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാണ്ട് പ്രാക്ടീസ് അക്കൗണ്ട് ഉണ്ട്. ഐക്യ ഓപ്ഷൻ $10,000 എങ്ങാനും പ്രാക്ടീസ് അക്കൗണ്ട് തരുന്നുണ്ട്. $10,000 പ്രാക്ടീസ് അക്കൗണ്ടിൽ ഇരുന്നിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മൊത്തം പ്രാക്ടീസ് ചെയ്ത് നമുക്കത് ചെയ്യാൻ പറ്റുന്നു 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, നമുക്കിപ്പോൾ ഇത് വിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പ്രഷറും ഷോക്കിനും ട്രേഡ് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ ഞാൻ പ്രഷർ അപ്പും ഷോക്ക് അപ്പിൻ്റെയും
ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതേപോലെ തന്നെ പ്രഷർ ഡൗണിൻ്റെയും ഷോക്ക് ഡൗണിൻ്റെയും വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. പ്രഷർ അപ്പിൻ്റെയും ഷോക്ക് ഡൗണിൻ്റെയും ആയിട്ട് വേറെ വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. പ്രഷർ ഡൗണിൻ്റെയും ഷോക്ക് അപ്പിൻ്റെയും വേണമെങ്കിലുള്ള വേറെ വീഡിയോസും ചെയ്യാം. അതായത് 5 ടൈപ്പാണ് ഈ പ്രഷർ ഷോക്ക് എന്ന് പറയുന്ന കണ്ടീഷനിൽ വരുന്നത്. ആ 5 വീഡിയോസ് വേണമെങ്കിലായിട്ട് ഞാൻ ചെയ്യാം. അതിപ്പോൾ കോമൺ ആയിട്ട് എല്ലാം കൂടെ വെച്ച് ചെയ്ത് തന്നാണ്. 5 വീഡിയോസ് വേണമെങ്കിൽ 5 വീഡിയോസ് ആയിട്ട് തന്നെ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ ചെയ്തു തരാൻ വേണ്ടിക്ക് പറ്റും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഇതാക്കുകയാണെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രേഡിങ്ങിൻ്റെ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിലെന്ത് സംശയമുള്ള ആൾക്കാർ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിതൊരു 2-3 ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിന്നിങ് ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ലൂസ് ഉണ്ടാവില്ല. അത് നമുക്ക് ഫണ്ട് നമുക്ക് നമ്മുടെ കൈമിലേക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അതേപോലെ തന്നെ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. പിന്നെ ലെങ്ത്ത് കൂടുന്നത് എപ്പോഴും വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇതുകൊണ്ടല്ല, കാരണം ഞാൻ ഒരിക്കലും ടൈം ഫ്രെയിം ഔട്ട് ചെയ്യുന്നില്ല. ടൈം ഫ്രെയിം ഔട്ട് ചെയ്യാണ്ടാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിക്കോട്ടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.